ഹായ് കൂട്ടുകാരെ, പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പടവല കൃഷി രീതിയെ പറ്റിയാണ്. കേരളത്തിൽ നല്ലവണ്ണം വിളയുന്ന ഒരു പച്ചക്കറിയാണ് പടവലങ്ങ. വിത്ത് നേരിട്ട് പാകിയാണ് ഇത് കൃഷി ചെയ്യുന്നത്. ചാണകപ്പൊടിയും കരിയിലകളും മണ്ണിൽ അല്പം കടലപ്പിണ്ണാക്കും ഇതൊക്കെ ചേർത്തിട്ടിട്ട് നമുക്ക് വിത്തിടാം. വിത്ത് രണ്ടില പാകമാകുമ്പോൾ വരെ വെയിൽ കൊള്ളാതെ സൂക്ഷിക്കണം. അതുപോലെ വിത്ത് മുളച്ച് 20 ദിവസത്തിന് ശേഷം ആദ്യത്തെ വളം കൊടുക്കണം. കടലപ്പിണ്ണാക്ക്, ചാരം, എല്ലുപൊടി ഇതൊക്കെ നമ്മൾക്ക് വളമായിട്ട് നൽകാം. പൂവിട്ട് കഴിഞ്ഞാൽ ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ആഴ്ചയിൽ ഒരിക്കൽ വീതം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി എല്ലാ ആഴ്ചയിലും എല്ലാ പച്ചക്കറി ചെടികൾക്കും കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളും ഉണ്ടാകുന്നത് ഒത്തിരി നല്ലതാണ്. ഇലചുരുട്ടിപ്പുഴു, കായ്ച്ച, തണ്ടുതുരപ്പൻ എന്നിവയാണ് ഇതിലെ ശത്രുക്കൾ. കീട നിയന്ത്രണത്തിന് ഗോമൂത്രം, കാന്താരി, വെളുത്തുള്ളി മിശ്രിതം ഇതൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കീടങ്ങളൊക്കെ അകലുന്നതായി കാണാം. ടെറസിൽ ഗ്രോ ബാഗിലൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പച്ചക്കറിയാണ് ഈ പടവലം. ഞാനിവിടെ ഈ ഒരു പന്തലിൽ തന്നെ പടവലും പാവലും ചുരക്കിയും ഒക്കെ ഉണ്ട് കേട്ടോ. ജൂൺ ജൂലൈ മാസങ്ങൾ ഒഴികെ കഠിനമായ മഴ ഇല്ലാത്ത ഏത് സമയത്ത് വേണമെങ്കിലും പടവലം കൃഷി ചെയ്യാം. പന്തലാണ് പടവലം കൃഷിയിൽ പ്രധാനം. പന്തൽ നല്ല ഉറപ്പിൽ വേണം. ഉറപ്പില്ലെങ്കിൽ പടവലം മൊത്തം കായ്ക്കാൻ തുടങ്ങുമ്പോൾ ഭാരം കൂടി പന്തൽ ഒടിഞ്ഞ് വീണ് കൃഷി മൊത്തം നശിച്ചു പോകും. അപ്പോൾ നമ്മൾ നല്ല കമ്പൊക്കെ വെച്ച് പന്തൽ കെട്ടിക്കൊടുക്കണം. പന്തൽ കെട്ടുമ്പോൾ നല്ല ബലമുള്ള കമ്പൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചെടി വളർന്ന് പന്തലിൽ കയറുന്ന സമയത്ത് വേണം ആദ്യത്തെ വളപ്രയോഗം ചെയ്യാനായിട്ട്. ഇതിലൊക്കെ കായ്കൾ ചെറുതായിട്ട് ഉണ്ടായി തുടങ്ങുന്ന സമയത്ത് തന്നെ കവറോ കടലാസ് കൊണ്ടോ പൊതിഞ്ഞ് സംരക്ഷിച്ചാൽ കായ്ച്ചയിൽ നിന്നൊക്കെ ഈ പടവലത്തെ സംരക്ഷിക്കാൻ പറ്റും. വെള്ളീച്ച, പ്രാണികൾ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി മഞ്ഞക്കെണി, പഴക്കെണി, അതുപോലെ തുളസിക്കണിയൊക്കെ ഉപയോഗിക്കാം. അതുപോലെ വേപ്പെണ്ണ, എമൽസൻ, വെളുത്തുള്ളി, ബാർ സോപ്പ് മിശ്രിതം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് തളിച്ച് കൊടുത്താൽ നല്ല പുഴുക്കളെയൊക്കെ നശിപ്പിക്കാൻ പറ്റും. ഇതൊക്കെ ബേബി പടവലമാണ് കേട്ടോ. അധികം നീളം വെക്കാത്ത പടവലങ്ങയാണ്. ഇതൊക്കെ വേഗം തന്നെ ഇത് പൂവും വന്ന് കായ്ച്ചു തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വിളവെടുക്കാൻ പാകമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വിളവെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.